Hi dear parents, ഇന്നത്തെ ലൈവ് എല്ലാ പാരൻസിനെ ഞാൻ വെൽക്കം ആക്കിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് എല്ലാ പാരൻസും നല്ല അനുഭവിച്ചുകൊണ്ടുള്ള ഫീൽ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ഞാൻ ഇന്ന് ഡിസ്കഷൻ ആക്കാൻ പോകണേ. നിങ്ങൾ റെഡിയല്ലേ? കേട്ടോണ്ടുള്ളവരല്ലേ? റെഡി? എന്നേ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞതിൽ ഞാൻ ചൊന്നിട്ടിന്ന് ഇട്ട് വെച്ച് പീസ് പറങ്ങളെ പോലെ ഇന്നലെ മുണ്ടാട്ടില്ല ആ ഒരു ടൈപ്പിലില്ലാത്ത ആ ഒരു ADD എന്തിനായിട്ട് ഞങ്ങൾ പഠിച്ച റൈറ്റ്. ഇതിന്റെ നേരെ അതൊരു ഓപ്പോസിറ്റ് ആയിട്ട് എന്തൊരു ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഒരു മോത്തു അടങ്ങിയിട്ട് ഇതൊക്കെയല്ല ഒരു മോത്ത് ചൊന്നെങ്കിൽ ഒരു ജാഗ്യക്ക് പോകുന്നില്ല. ഇനി സ്കൂളിലായെങ്കിലും അങ്ങനെ ടീച്ചർ ഇങ്ങനെ ബോർഡ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇപ്പറ തിരിയുമ്പത്തേക്ക് ഓൺ വർത്താവാ ഫൈറ്റ് ആവും. എപ്പാ നോക്കിയെങ്കിൽ ಟೀಚರ್ ಕಂಪ್ಲೇಂಟ್ ಅದು ಎಂದರೆ ಅವನು ಕೂರುವ ಜಗದಲ್ಲಿ ಕೂರುವುದಿಲ್ಲ ಸರ್, ಏನು ಮಾಡೋದು? വെച്ചവിടെ അവന് ദക്കില്ലേ ബാവു, അവന്റെ അവസ്ഥ എന്തിരേണ്ടു ಗೊತ್ತಾവില്ല. റൈറ്റ്. അപ്പൊ അതിർത് എന്തിരെ ചെന്നിട്ട് ഞങ്ങൾ ഒന്ന് പഠിക്കാം. റൈറ്റ്. അപ്പൊ ഇത് ഫസ്റ്റ് ആണ് ഞങ്ങൾ പഠിക്കണായത്. ഈ ADHD ചൊന്നെങ്കിൽ അതൊരു ന്യൂറോ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ എന്നില്ലാണ്ട് കിടാവ് ബേണു ചൊന്നിട്ടാക്കരന്തോ അല്ല. അപ്പൊ ഇങ്ങനത്തെ മക്കൾക്ക് ചൊന്നെങ്കിൽ 3 സിംറ്റംസ് ആയിട്ട് ഒന്ന് ഇൻഅറ്റൻഷൻ, ശ്രദ്ധയില്ലെങ്കിൽ. രണ്ടാമത്തത് ഇങ്ങ എപ്പോഴും ഇമ്പൾസിവിറ്റി ആയിട്ടിരിക്കാറ്, അതായത് എപ്പം ഇങ്ങ ആവേശഭരിതരായിട്ടിരിക്കാറ്. എപ്പ നോക്കിയെങ്കിൽ ഫുൾ ബാറ്ററി ഇങ്ങ റൈറ്റ്. മൂന്നാമത്തത് ചൊന്നെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, കണക്കരെ കാണിട്ട് യാറത്തെ ആക്ടിവിറ്റി ആയിട്ട്. അപ്പൊ ഈ 3 സിംറ്റംസ് ആയിട്ട് ഈ ADHD മക്കളതിൽ കാണണ്ട്. ഓപ്പൺ ആയിട്ട് ചൊല്ലെങ്കിൽ ഇത് ഈ ഒരു ഡിസോർഡർ പർത്തക്ക് ബണ്ട് മുന്നോലകെ ഏതൊരു ഉമ്മം ഇത് അനുഭവിച്ചിട്ട് പ്രഗ്നന്റ് ഇക്കുന്ന ടൈമില് അവിടെമേ സാധാ മക്കളെ പോലല്ല. ഇത് ഈ അപ്പറ പന്തരുതല്ല, അവിടെമേ അവിടെമേ വിപ്പുറത്തിന് ചൊല്ലില്ല. അപ്പൊ ഇത് പ്രഗ്നന്റ് ആ ഒരു ടൈമില് ಇದರ സ്റ്റിമുലേഷൻ അത് ഇതെല്ലാം അവിടെമേ ഇതരുത് തുടങ്ങരുത്. ഇനിയിപ്പോ പെത്ത പിന്നായെങ്കിലും ഡെലിവറി ആയ പിന്നായെങ്കിലും എല്ലാ ആക്ടിവിറ്റിങ്ങളത് എല്ലാ സ്പീഡ് കമ്മിഞ്ഞിട്ട് ബോളുടെ വേണ, മുട്ടിട്ട് നടക്കற വേണ, ഇനി ദെക്കற വേണ, ഇനി നടക്കരുത് വേണ, എല്ലാ ടൈമും എല്ലാം സ്പീഡ്, ഹൈ സ്പീഡ് പോ. ഇനിയിപ്പോ നിക്കുക തുടങ്ങിയെങ്കായെങ്കും അങ്ങനെ ಅನಿಕ್ಕರ ಮುನ್ನಲ್ಕು ಸಾಧಾರಣ ಬೂಂತು ಅವಡೌಡೆ ಇದ್ರ ತಾಂಟಿಟಿಕ್ಕು ಚೊಂದೆಂಗಿಲ್ ನಂಗೆ ಇದಿಲ್ ಮೋರ್ ಇಂಪಾರ್ಟೆಂಟ್ ಆയിട്ട് ಅರ್ಥ ಹಾಕೋಣಾയത് ಈ ADHD ಉಳ್ಳ ಮಕ್ಕಳಿಗೆ ಈ ನೊಂಬಲ ಜೋಳ ಸಾಮನೆಂದ್ರೆ ಅಂತಿಲ್ಲ. ಅಕ್ಕಾರನ ಕೊಂಡ್ಬಿಟ್ಟು ಏನು ಎತ್ತರ ಬೂನೆಂಗು ಅಂಕ ನೊಂಬಲ ಅವರೇ ಇಲ್ಲ. ಎನಿ ಮಾತು ಹಂಗ ಈ നടക്കವು ಮಾತು തുടങ്ങിയെങ്കില ഒരു ചയറ് പോലെ ഒടിക്കാല്ലേ. എന്ത് ഈ ചയറ് പിടിച്ചിട്ട് ഇങ്ങനെ പോണ്ടേ. പിന്നെ ഒരു കണ്ടി അങ്ങ് വിടില്ലേ, കണ്ടി 10 രൂപ. ഇനിയിപ്പോ 10 രൂപ കീഴിലേക്ക് ഇനി ഡെസ്ക് എന്തൊരു ഞങ്ങളെ ബെഡിക്ക് 10 രൂപ കീഴിൽ താങ്ങാൻ ഇട്ടിട്ട് അതൊക്കെ 10 രൂപ. എല്ലാത്തിലും ചൊന്നെങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റി എനിക്ക് ഒരു മോത്തു അടങ്ങിയിട്ട് ദെക്കുക ഇങ്ങളെ കൊണ്ട് സാധ്യമില്ല. കാരണം വേഗം ചൊന്നിട്ടാക്കറല്ല അങ്ങനെ ഉൽഗത്തിൽ അങ്ങനെ. അതെ ഞാൻ ചൊന്ന ന്യൂറോ സംബന്ധമായിട്ടുള്ള ആ ഒരു ഏരിയ. കാരണം ഇങ്ങനെ ഈ അറ്റൻഷൻ ഏരിയാസ് ഇങ്ങനെ സ്റ്റിമുലേഷൻ ആയോണ്ടിക്കുമ്പോ അങ്ങനെ കൈക്കാലുള്ള നിന്റെ അവിടെ നിൽക്കില്ല. ഇതിങ്ങനെ ഇനി എന്തു ഇന്നില്ലെങ്കിൽ ഈ തണ്ടർ ഇതറത് ഇനി എന്തു ഇന്നില്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പെണ്ണ് അല്ലെങ്കിൽ ഈ ബുക്കറെ കൊടിയുടെ സൈഡിൽ കെട്ടക്കറേ തിണ്ടോണ്ടിക്കറേ അല്ലെങ്കിൽ ഈ ബുക്കറെ ഇങ്ങനെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കയ്യിൽ അങ്ങനെ വേണം. കാരണം ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് വെച്ചു ಅಂಕೋರು ಬಚ್ಚಲು ಚೊಲ್ಲ ಸಾಮಾನ್ಯ ಇಲ್ಲ ಚೊಂದಲ್ಲಿ ಬಚ್ಚಲು ಚೊಲ್ಲ ಸಾಮಾನ್ಯ ಅಂಕಿಲ್ಲ
അപ്പൊ ഇതില് ഞങ്ങ അർത്ഥാക്കിയെങ്കിൽ ഈ മുത്തുമക്കളെ ഞങ്ങൾക്ക് മെയിൻറ്റൈൻ ആക്കിയിട്ട് കൊണ്ടുപോകാവും. കാരണം ഇതിപ്പോ ഇനിയിപ്പോ യാറത്തെ ഉപദ്രവിച്ചൊന്നെങ്കിൽ യാറത്തെ പാരന്റ്സ് ടെൻഷൻ ആവശ്യമെന്നെങ്കിൽ ഒരു മോളിൽ പോയാ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ അവിടെ പോയാ അല്ലെങ്കിൽ ഒരു ഗാർഡന് പോയാ ഇങ്ങനെ കയ്യിൽ തെച്ചില്ലാണ്ട് ഇങ്ങ് പോകാവില്ല. ഇത് ഇങ്ങനെ തെച്ചില്ലാണ്ട് എനിക്ക് പോകാവൂ. എല്ലാം അത് തൊട്ടോണ്ടു ഇത് തൊട്ടോണ്ടു. കാരണം അങ്ങനത്തെ ബീണി ചെന്നിട്ട് ആക്കരല്ല. അങ്ങനെ ഉൽഗത്തില് അങ്ങനെ ഫംഗ്ഷൻ ആ ടൈപ്പിൽ അതായത് ഇങ്ങനെ ആ ഒരു കൊണ്ടിട്ടു അങ്ങ് ആക്കരുത്. ഇങ്ങനത്തെ നാണ് നുപ്പാട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കരുതെന്നാ ചൊന്ന എന്തര് ഒന്നു ചൊന്നെങ്കിൽ എനിക്ക് ഈ പെയിന് ചൊല്ലത് നൊമ്പല ചൊല്ലത് എനിക്ക് ഗൊത്താവില്ല. രണ്ടാമത്തെ പോയിന്റ് ചൊന്നെങ്കിൽ ഇങ്ങനെ റിലാക്സ് നങ്ങളെ റിലാക്സ് പോലെയല്ല. ഞങ്ങൾക്കിപ്പ എന്തെങ്കിലും തെല്ല് പച്ചക്ക് ഞങ്ങൾ എന്തിനാക്കറ തെല്ല് തെക്കറ അല്ലെങ്കിൽ തെല്ല് ഉറങ്ങറ. റൈറ്റ്. ഇങ്ങ അങ്ങനെയല്ല. ഇങ്ക് ചൊന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആക്കിയോണ്ടേക്കോ. അതിരൊട്ടിಗೆ ഒരു മൂലിപ്പാട്ട് വെക്കറും ചെന്നിട്ട് മൂലിപ്പാട്ടും പിടിച്ചിട്ട് അങ്ങനെ എന്തെല്ലാം ഓട്ടോമാറ്റിക് ആക്കിക്കൊണ്ടേ ഇരിക്കാറ്. ചെന്നെങ്കിൽ അങ്ങനെ റിലാക്സ് ചെന്നെങ്കിൽ എന്തെങ്കിലും ആക്കിക്കൊണ്ടേ ഇക്കോന്ന് ചൊല്ലതായിട്ട് അങ്ങനെ ആക്ടിവിറ്റി. അത് ഇഷാരത്തിൽ മാത്രമല്ല, ഇനി വർക്കിലായെങ്കിലും അങ്ങനെ അങ്ങനെ ഓർമ്മത്ത് കാല് പിന്നെ ഒരു കത്ത് കൈ ഇനി അവന്റെ മുട്ട തെച്ചവനെല്ലാം പോയമേ. മുട്ട തെച്ചാല് പിന്നെ ചൊല്ലും ഇപ്പൊ വേണ്ട മുട്ടെല്ലാം ഉറങ്ങിയാള് അപ്പുറത്ത് ഇപ്പുറത്തോണ്ട കയ്യും കാല് ഇനിയിപ്പോ അവന് ഊട് ഉറങ്ങിയെങ്കിൽ അവന് എനിക്കൊരു ഓടമ തെരഞ്ഞിട്ട് ഓർത്തമേറ്റിக்கிறോണ് എനിക്ക്. റൈറ്റ്. അപ്പൊ അക്കാരനെ കൊണ്ടിട്ട് ഞാൻ ഇതില് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആക്കോ ചൊല്ല എന്തിന് ഇത് കിടാവുര സമസ്യ അല്ല, കിടാവുര ഉൽഗത്തിലുള്ള സമസ്യ. അപ്പൊ ഇങ്ങനത്തെ പേരൻസ് നങ്ങ നിർബന്ധമായിട്ട് നങ്ങ അണ്ടർസ്റ്റാൻഡിങ് ആവേത് കിടാവുറതല്ല. അപ്പൊ അക്കാരനെ കൊണ്ടിട്ടു ഈ മുത്തു മക്കൾക്ക് ನಾನು ತೆಲ್ಲ ಕಾಟ್ರ ಆಕ್ಟಿವಿಟೀಸ್ ಅದು ಇದು ಎಲ್ಲ ನಿಂಗೆ ತೆಲ್ಲ ಔತು നീ ആക്ക് പാട്ടിയെങ്കിൽ അതിലും എന്താ ഒരു ഡെവലപ്മെന്റ് ആയോ ബണ്ട്. റൈറ്റ്. അപ്പൊ ഇങ്ങനത്തെ മക്ക ഏതെങ്കിലും ഇന്നെങ്കിൽ ഇങ്ങനെയുള്ള ഹോം അതുക്കുള്ള റെമഡിയെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഞാനിപ്പോ കാട്ടവ് പോണ്ട ഓരോന്നും അത് 90 നാള് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ് അത് ഇതിലെല്ലാം കറക്റ്റ് ആക്കിയെങ്കിൽ നല്ല റിസൾട്ട്. കാരണം ഇതെല്ലാം ನಾನು കാട്ടുമ്പോ നിങ്ങൾക്ക് പൊട്ടത്തരവലാവും. ബട്ട് ഇതൊരു സയന്റിഫിക്കലി ട്രീറ്റ്മെന്റ് ആയിട്ട് ನಾನು കാട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. റൈറ്റ്. അപ്പോ ആസ് എ പാരന്റ്സ് ചൊല്ല രീതിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും നേരിടേ പാരന്റ് ആയെങ്കിലും ADHD ആ സമസ്യത്തെ നേരിടേ പാരന്റ് ആയെങ്കിൽ ഞങ്ങൾ എന്താക്കാം ഈ മുത്തുമക്കൾക്ക് തെല്ല അത് ഹൈറാർക്കി ആയിട്ട് എല്ലാം ഉറക്കത്തിലാവില്ല ഏത്. റൈറ്റ്. ഹൈറാർക്കി ആയിട്ട് ഇതിപ്പോ തങ്കീസ് സാധാ നൂലാവത്തീറ തങ്കീസേ ആവണം. രണ്ടാമത്തത് മാല. ഈ മാലയിലും അങ്ങനെ ഫസ്റ്റ് തെല്ല് വലിയ ഓൾസ് ഉള്ളത് ഇടപ്പാട്ടം. ഓക്കെ. വലിയ ഓൾസിൽ ഇതിങ്ങനെ ഇടപ്പാട്ടേ. പിന്നെ അതിൽ കുറേ നാൾ അങ്ങനെ ഒരു 10 ആ ടൈപ്പിലുണ്ട് തുടങ്ങിയിട്ട് അതൊക്കെ എന്താ നല്ല അപ്രീഷിയേറ്റ് ആക്കണം. ഈ 10 ആക്കിയല്ലേ ഉണ്ടല്ലോ കാട്ടിട്ട് ഇങ്ങനെ. റൈറ്റ്. പിന്നെ ഇതിരെ വാൾസ് എന്താക്കുന്നു തെല്ല് ചെറിയത് ആ ടൈപ്പിലുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഇത്ര ಬೇಗ ಇಡ್ರೆ ಇದೆಲ್ಲ ಪಟ ನಂಗೆ ಎಂದರಾക്കുക ഒരു ഇടകാവർ ಇದೆಲ್ಲ ನಂಗೆ ആ ഒരു അറ്റൻഷന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്ന കാരണം കൊണ്ടിട്ടു നമുക്ക് ഇത് ಬೇಗ ആവും. ഈ ADHD ഉള്ള മക്ക ആക്കിற പണി ചൊന്നെങ്കിൽ അങ്ങനെ ബോഡി ലാംഗ്വേജ് എല്ലാം നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് കൊണ്ടാവും. ഇതിൽ ഒറ്റയില്ലേ ചൊന്നെങ്കിൽ ആ സബൂർ ഒറ്റ കാരണമുള്ള സബൂർ ഇല്ലാണ്ടായിട്ട് ഇതില് ഓൾസ് എന്തായാലും ഇതിലുണ്ട്. റൈറ്റ്. അപ്പൊ അത്തരം സബൂർ എനിക്കില്ല. ഓക്കെ. അതെല്ലാം ഞങ്ങൾ കറക്റ്റ് അർത്ഥാക്കും. അപ്പൊ ഈ മുത്തുമക്കൾക്ക് കറക്റ്റ് ഒരു 10 ഇത് കയ്യിൽ ഞങ്ങൾ പിടിക്ക. അതിൽ ഓരോന്ന് ഞങ്ങൾ കൊടുക്ക. ഓരോന്നിങ്ങനെ ഉറപ്പാട്ടി ഓണ്ട് പോവാ. റൈറ്റ്. ಅದಕ್ಕೆಲ್ಲ ಟೈಮ್ ಎಲ್ಲ ಪಿಡಿಕು ನಾನೆಲ್ಲ ಚೊಂದಲ್ಲ ಇಂಗನೆಲ್ಲ ಬಾಡಿ ಲ್ಯಾಂಗ್ವೇಜ್ ಎಲ್ಲ ಎಲ್ಲ ಕಾಣೋಗಿಟ್ಟು ಉಂಟದು ಇದೆಲ್ಲ.
ഓക്കെ. അങ്ങനെ പിന്നെ ഇന്റെ ഒരു 10 പിന്നെ അതിക്ക് നല്ല അപ്രീഷിയേറ്റ് കൊടുക്കുക. അങ്ങനെ കുറേ നാൾ 10 കൊടുത്തിട്ടു. പിന്നെ 20 കൊണ്ടുവരാ. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് 40 കൊണ്ടുവരാ. പിന്നെ അങ്ങനെ 50, 60, 70 ഇങ്ങനെ കൂട്ടി വന്നിട്ട് ഒരു 100, 150, 200 തോലെല്ലാം പോയെങ്കിൽ കറക്റ്റ് ആവുണ്ട് ഈ അറ്റൻഷൻ ഏരിയാസ് നല്ല ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഈ ಬಂಗಾರ കേന്ദ്ര ഒരു തെല്ല് നൊമ്പലല്ല ആവുക തുടങ്ങുന്നത്. അടിച്ചെങ്കിൽ അബൂന്നെങ്കിൽ പിടിച്ചെങ്കിലെല്ലാം തെല്ല് നൊമ്പല. പിന്നെയും അങ്ങനെ തെല്ല അടങ്ങിയിട്ട് ദെക്കോകല്ല കറക്റ്റ് ഇങ്ങനെ തുടങ്ങുന്നത്. അതിന് റെമഡി കറക്റ്റ് എടുക്കണം മാത്രം. എത്ര 90 നാളിന്റെ ഇടയിൽ ഗ്യാപ്പ് തീറ അത് എല്ലാ നാളും ഒർക്കമ്മ ജണ്ടപട്ടമ്മ ആ ഒരു ടൈപ്പിൽ ജണ്ടപട്ടല്ല എങ്കിൽ നല്ല ഒരു ഇത് ആ ഒരു ടൈപ്പിൽ ഞങ്ങൾ ആക്കുപാട്ടെങ്കിൽ അപ്പൊ ഇങ്ങനത്തെ മക്കൾക്കും എന്തൊരു റിക്കവർ ആയിട്ട് പണ്ടാറ്. നമ്പർ 1 ഇത്. അതേപോലെ ഈ കടല, പയറ്, ഗ്രീൻ പീസ് അങ്ങനത്തെ ഒരു 4-5 ഐറ്റംസ് ഇട്ടിട്ട് അതിലൊന്ന് ഡിവൈഡ് ആക്കപ്പാട്ട അതിലും എനിക്ക് എന്താ ഒരു കോൺസെൻട്രേഷൻ അത് ഇതെല്ലാം കൂടും. അതേപോലെ ബക്കറ്റ് വെച്ചിട്ട് അതിന് ബോൾ ഇടിപ്പാട്ട ഇങ്ങനെ അപ്പൊ അതെല്ലാം അറ്റൻഷൻ ഗെയിൻസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഓരോന്നും ഞങ്ങൾക്കെല്ലാം കൊടുത്തെങ്കിൽ അങ്ങ് എന്തരായിട്ട് പണ്ടാറ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പിങ് ഗ്രോത്ത് ആയോട്ടേ പണ്ടാറ്. അപ്പൊ ഈ ഒരു ഇതും ഞങ്ങൾ ടെൻഷൻ ആക്കരുതാണ്ട് നല്ല ഈ ഒരു ചെറിയൊരു പണിയെടുക്കരുതല്ലേ. യെസ് ഓർ നോ? റൈറ്റ്. അപ്പൊ ഈ ഒരു വിഷയവും ഞങ്ങളെ മക്കളെ ബഗ്ഗേല് പഠിക്ക, അത് ഞങ്ങൾ ഫീൽ ആവാ, ഞങ്ങളെ ലൈഫ് എൻജോയ് ആക്ക. റൈറ്റ്. നൈസ് ടു മീറ്റ് യു. സീ യു അഗൈൻ.